അന്ധമായിട്ട് വിശ്വസിക്കുന്ന വിശ്വാസത്തെയാണോ നമുക്ക് സന്തോഷം തരുന്നത്? എന്താണ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ, അതായത് പുതിയ വീട്ടിലെല്ലാം ഇപ്പോൾ കൂടുതലും ഇരുമ്പിൻ്റെ സ്റ്റെയർ കേസാണ് കൂടുതൽ എൻജിനീയർമാർ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മളൊരു വർക്ക് സൈറ്റിൽ നമുക്കുണ്ടായ അനുഭവം, കാരണം നമ്മളിത് ടോട്ടൽ ഇതിൻ്റെ ഹൈറ്റും ഒക്കെ എടുത്തിട്ടൊരു കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് നമ്മൾ എത്രയാണ് എന്നുള്ള സ്റ്റെപ്പിൻ്റെ ഹൈറ്റും വീതിയെല്ലാം നമ്മൾ കണക്കൂട്ടൽ. പക്ഷേ അതിൽ എത്ര സ്റ്റെപ്പ് വരും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. പക്ഷേ ആ സ്റ്റെപ്പ് ഒറ്റ സംഖ്യയിലായിരിക്കണം അവസാനിക്കേണ്ടത് എന്നാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞത്. പക്ഷെ നമ്മൾ കണക്കൂട്ടി വന്നപ്പോൾ നമുക്ക് ഒറ്റ സംഖ്യയിൽ കിട്ടിയില്ല. കാരണം നമുക്ക് ഇരട്ട സംഖ്യയിലാണ് കിട്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോണിൻ്റെ സ്റ്റെപ്പ്, അതായത് നമ്മൾ ഈ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പ് ഒറ്റ സംഖ്യയിൽ അവസാനിക്കണം എന്നാണ് ഈ വീട്ടിലെ കസ്റ്റമർ ആഗ്രഹം. അപ്പോൾ അവർ ചിലപ്പോൾ ഇൻസ്റ്റേ വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും പറഞ്ഞതനുസരിച്ചിട്ടോ എന്തോ ആയിരിക്കാം, അതെന്തായാലും അവരുടെ വിശ്വാസമാണ്. പക്ഷേ ആ വിശ്വാസത്തിൽ എത്രമാത്രം ശരിയുണ്ട് തെറ്റുണ്ട് എന്ന് നമുക്കറിയില്ല. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഈ കാൽക്കുലേഷനെല്ലാം ചെയ്ത് വരുമ്പോൾ അങ്ങനെ നമ്മൾ അവസാനം 21 സ്റ്റെപ്പ് ആക്കി. 21ാമത്തെ സ്റ്റെപ്പ് നമ്മൾ ലാൻഡിങ്ങിൽ വെച്ച് അവസാനിപ്പിച്ചു. പക്ഷെ അവിടെ നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ലേശൊരു ബുദ്ധിമുട്ട് നമുക്ക് നേരിടേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ, നമുക്ക് രണ്ടാമത് ആ കട്ട് ചെയ്തതെല്ലാം നമ്മൾ മുൻകൂട്ടി താഴത്തുനിന്ന് തന്നെ നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. താഴത്തെ സെയിം ഡിഗ്രിയാണ് നമ്മൾ മേലെയും വെച്ചത്. അപ്പോൾ അത് നമ്മൾ മുൻകൂട്ടിയിട്ടാണ് എല്ലാം അടിച്ച് റെഡിയാക്കി ഫുൾ വെൽഡിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് മേലേക്ക് പൊക്കിയത്. അപ്പോൾ നമ്മൾ അളവ് പ്രകാരം കറക്റ്റ് ആയിരുന്നു. പക്ഷേ അവരെ കണക്ക് പ്രകാരം 21 നമുക്ക് കിട്ടൂല, നമുക്ക് 20 അവസാനിക്കും ലാൻഡിങ്. അങ്ങനെ രണ്ടാമതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത സ്ഥലത്തു നിന്ന് തന്നെ എല്ലാം മുറിച്ചെടുത്തുകൊണ്ട് ഹൈറ്റ് ഏകദേശം 16.5 പക്ഷേ വീതിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ 21 സ്റ്റെപ്പ് ആക്കി അവസാനിപ്പിച്ച് അവസാനത്തെ സ്റ്റെപ്പ് ചെറിയൊരു മാറ്റത്തിൽ ഏകദേശം ഒരു 15 സെൻറ്റിമീറ്ററോ 14 സെൻറ്റിമീറ്ററൊക്കെ ഉള്ളൂ ഹൈറ്റ്. എന്തായാലും നമ്മൾ ഏറെക്കുറെ അതങ്ങ് ചെയ്ത് അതങ്ങ് കംപ്ലീറ്റ് ആക്കി. ഏകദേശം ഒരു 55,500 റുപ്യോളം മെറ്റീരിയൽ കോസ്റ്റാണ് ഈ വർക്കിന് വന്നിട്ടുള്ളത്. 6.3 ടാറ്റൻ്റെ ട്യൂബ്, അതുപോലെ 10 mm പ്ലേറ്റ്, 10 mm പ്ലേറ്റ്, 8 ഇഞ്ച് 10 mm പ്ലേറ്റാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൽ ഒരു ലാൻഡിങ്ങും അതുപോലെ 2 ക്രോസ് ലാൻഡിങ്ങും പിന്നെ ടോപ്പിൽ ലാൻഡിങ്ങൊക്കെ ആയിട്ട് അത്യാവശ്യം വർക്ക് നമുക്ക് വന്നിട്ടുണ്ട്.